ഹായ്, ഞാൻ നമ്മളെ കൊച്ചിയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്കുള്ള യാത്രയിലേക്കാണ്. KSUM കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. വേറൊന്നുമല്ല, നമ്മളാ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഗ്രാൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കില്ല. പ്രൊജക്റ്റുകളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യാനും അതിൻ്റെ ഗ്രാൻഡ്സൊക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അറിയാനും വേണ്ടിയിട്ടാണ് യാത്ര. കൊച്ചിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും അതിന് മുന്നോടിയായിട്ടൊന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വെച്ച്. അപ്പോൾ എല്ലാവരും ബിസിനസ്സിൻ്റെ പിന്നാലെ കൊടുക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നമ്മളും അത് വേണ്ട എന്ന് വെക്കണ്ടെന്ന് വെച്ച് അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് യാത്ര ചെയ്യും. അതൊക്കെ അങ്ങനെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെത്തി. നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിലെത്തിക്കഴിഞ്ഞു. KSUM അവിടെ എത്തി പാർക്ക് ചെയ്ത് നമുക്കതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് ഗ്രാൻഡ്സൊക്കെ തരുന്നുണ്ട്. സർക്കാർ നമുക്ക് തിരിച്ചടവില്ലാത്ത ഗ്രാൻഡുകളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് സ്പേസ് തരുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിസിനസ്സൊക്കെ നടത്താവുന്ന ആൾക്കാർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരള സർക്കാരിൻ്റെ 3 സ്ഥലത്തുണ്ട്. തിരുവനന്തപുരത്ത്, കോഴിക്കോട്, കൊച്ചിയിലുണ്ട്. 3 സ്ഥലത്തുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അവിടെയൊക്കെ ഒന്ന് കറങ്ങി മൊത്തം. അവിടെ നമുക്ക് ഒരുപാട് ഓഫീസ് സ്പേസുകളവിടെ കാണാൻ പറ്റി. വളരെ നിസ്സാര തുച്ഛമായ ചിലവിൽ നമുക്ക് അവിടെ IT സ്പേസുകളും അതുപോലെ തന്നെ ഓഫീസ് സ്പേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നല്ല ഫെസിലിറ്റി നമുക്ക് കേരള ഗവൺമെൻറ് തരുന്നുണ്ട്. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാം ഓൺലൈൻ ത്രൂ ആണ് നമ്മളെല്ലാ പ്രോസസ്സുകളൊക്കെ ഫുള്ള് വരിക. എല്ലാം ഓൺലൈൻ മുഖേനാണ്. അപ്പോൾ ഓൺലൈൻ മുഖേന എല്ലാം അപേക്ഷിക്കാം, അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പതുക്കെ തിരികെ വരാനുള്ള പരിപാടിയിലാണ്. അതിനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഗ്രാൻറ്റും കാര്യങ്ങൾക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അതാണ് എൻ്റെ പ്രോസസ്സ്. ഓക്കെ, ബൈ.